ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുവാൻ ഇന്ന് സർവശക്തനായ ദൈവം വീണ്ടും ഇടയാക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകർക്കും കർത്തൃനാമത്തിൽ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങൾ. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി അല്പസമയം ചിന്തിക്കാം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുന്ന വിഷയം ശരിയും തെറ്റും. എന്താണ് അത്, എന്തിനാണ് അത് എന്നതാണ്. ശരിയും തെറ്റും മനുഷ്യൻ സൃഷ്ടിച്ച ധാർമ്മിക ധാരണകൾ മാത്രമല്ല, അവ ദൈവത്തിൻ്റെ ഇച്ഛയിൽ നിന്നും അവൻ്റെ വചനത്തിലൂടെ വെളിപ്പെടുന്ന സത്യങ്ങളാണ്. പാപം ഭൂമിയിൽ പ്രത്യക്ഷമായത് ആദാമിലും ഹവ്വായിലും കൂടെ ആയിരുന്നു. ഉൽപ്പത്തി 3:1-7. സൃഷ്ടാവായ ദൈവം കൽപ്പിച്ച പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി മനുഷ്യൻ പ്രവർത്തിച്ചപ്പോൾ ചെയ്യാൻ പറഞ്ഞത് ചെയ്യാതിരുന്നതും ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്തതും പാപമായി മാറി. പാപം ന്യായപ്രമാണ ലംഘനമാണ്. 1 യോഹന്നാൻ 3:4. നന്മ ചെയ്യേണ്ടത് അറിയുന്നവൻ അത് ചെയ്യാതെ ഇരുന്നാൽ അവനത് പാപമാകുന്നു. യാക്കോബ് 4:17. ഇരുവശത്തും അനന്തര ഫലങ്ങൾ ഉണ്ടാകുമെന്ന സത്യം നമുക്കറിയാം. ഗലാത്യർ 6:7. ഇവിടെയാണ് ഒരു മഹത്തായ മർമ്മം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണത്? ശരിയിലും തെറ്റിലും നമുക്ക് പിതാവും ഉടമസ്ഥനും അന്തിമ വിധികർത്താവും അധികാരിയും ദൈവം തന്നെയാണ്. മനുഷ്യൻ കാണുന്നത് പോലെ അല്ല ദൈവമായ കർത്താവ് കാണുന്നത്. ദൈവം ഹൃദയങ്ങളെ കാണുന്നു. 1 ശമൂവേൽ 16:7. കുരിശുവര ശരിയുടെയും തെറ്റിൻ്റെയും ജീവിക്കുന്ന ഒരു പാഠം തന്നെ. കുട്ടിക്കാലത്ത് സൺഡേ സ്കൂളിൽ നിന്നാണ് ഞാൻ കുരിശ് വരയ്ക്കാൻ പഠിച്ചത്. തള്ളവിരലും ചൂണ്ടുവിരലും നടുവിരലും ചേർത്ത് പിടിച്ച് നെറ്റിയിലും നെഞ്ചിലും ഇടത്തെ തോളിലും പിന്നെ വലത്തെ തോളിലും സ്പർശിക്കണം. ഈ ലളിതമായ പ്രവൃത്തി കുരിശിന്റെ പൊരുളിനെ കുറിച്ചുള്ള ആഴമേറിയ ദൈവശാസ്ത്രം ഉൾക്കൊള്ളുന്നു. നെറ്റിയിൽ നിന്ന് നെഞ്ചിലേക്ക് ദൈവപുത്രനായ ക്രിസ്തു സ്വർഗീയ സിംഹാസനത്തിൽ നിന്ന് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നതിനെ സൂചിപ്പിക്കുന്നു. യോഹന്നാൻ 1:14, ഫിലിപ്പിയർ 2:6-7 വരെയുള്ള വാക്യങ്ങൾ. ഇടത്തെ തോളിൽ നിന്ന് വലത്തേക്ക് തൻ്റെ കുരിശുമരണത്തിലൂടെ അവിടുന്ന് പാപികളെ നീതിമാന്മാരായി മാറ്റിയതിനെ സൂചിപ്പിക്കുന്നു. ലൂക്കോസ് 23:42-43 വരെയും കൊലോസ്യ ലേഖനം 1:13-14 വരെയുള്ള വാക്യങ്ങൾ. ഇന്ന് പലപ്പോഴും കുരിശ് വരയ്ക്കുന്നത് ഒരു ചടങ്ങ് പോലെ അലസമായി ചെയ്യുന്നത് നാം കാണാറുണ്ട്. പലപ്പോഴും വായുവിൽ വരയ്ക്കുന്നു. ആദരവോ തുല്യതയോ ബോധപൂർവമായ താല്പര്യമോ അവിടെ ഇല്ല. അതിൻ്റെ ക്രമവും കൃത്യതയും നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ആഴം വിസ്മരിക്കപ്പെട്ടും പോയി. ഒരിക്കൽ ഞാൻ എൻ്റെ ഇടവകയിലുള്ള പ്രിയപ്പെട്ടവരോട് തുറന്നു പറഞ്ഞു, നമ്മൾ കുരിശ് വരയ്ക്കുന്ന രീതി നമ്മുടെ ജീവിതത്തിൻ്റെയും ജീവിത മൂല്യങ്ങളുടെയും അവസ്ഥയെയാണ് പ്രതിഫലിപ്പിക്കുന്നത് എന്ന്. പലരും അത് ശരിവെച്ചു, കാരണം അത് സത്യമാണ്. ഈ ജനം അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു. മത്തായി 15:8. കാലക്രമേണ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? കാരണം നമുക്ക് ആത്മാർത്ഥതയും അച്ചടക്കവും കൃത്യതയും ആത്മീയ ഗൗരവവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ക്രമവും രീതിയും അവഗണിക്കപ്പെടുമ്പോൾ അതിൻ്റെ വില നൽകേണ്ടി വരുന്നത് നമ്മൾ തന്നെയാണ്. ജ്ഞാനിയായ ശലോമോൻ പറയുന്നു, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുപോകുകയില്ല. സദൃശവാക്യങ്ങൾ 22:6. ഏദനിൽ കൽപ്പിച്ച ദൈവം
നിസ്സാരക്കാരനല്ലായിരുന്നു. അവൻ കൽപ്പിച്ചത് അനുസരിച്ചാൽ ഫലം സുഖപ്രദമായിരിക്കും. തെറ്റുകൾ കൂടാതെ ശരിയെ മാത്രം ജീവിച്ച് സാക്ഷ്യം വഹിച്ച പുണ്യവാനായ ഒരു മാതൃകാ ദൈവദാസൻ. എനിക്ക് 18 വയസ്സുള്ളപ്പോൾ 62 വയസ്സുള്ള റിട്ടയർഡ് സ്കൂൾ സൂപ്രണ്ടായ PT മാത്യു സാറ് പുത്തൻപുരയ്ക്കലിനെ ഞാൻ പരിചയപ്പെട്ടു. എല്ലാവരും അദ്ദേഹത്തെ സ്നേഹത്തോടെ റൈറ്റ് ആംഗിൾ മാത്യു സാർ എന്ന് വിളിച്ചിരുന്നു. കാരണം അദ്ദേഹം എപ്പോഴും കൃത്യം 90 ഡിഗ്രിയിൽ മാത്രമേ തിരിയുമായിരുന്നുള്ളൂ. എല്ലാവരെയും അത് പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. തൻ്റെ ജീവിതത്തിലോ തത്വങ്ങളിലോ അദ്ദേഹം ഒരിക്കലും കുറുക്കു വഴികൾ സ്വീകരിച്ചിരുന്നില്ല. അച്ചടക്കവും ലാളിത്യവും നിറഞ്ഞ ഒരു മഹത് വ്യക്തിയായിരുന്നു അദ്ദേഹം. സസ്യഭുക്ക്, നഗ്നപാതനായി നടക്കുന്നവൻ, കുട്ടികൾക്ക് വേണ്ടി കായിക വിനോദങ്ങളിൽ അതീവ തൽപരൻ, ഭക്തനായ ദൈവവിശ്വാസി, കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ അദ്ദേഹം അങ്ങേ അറ്റം പ്രതിജ്ഞാബദ്ധനുമായിരുന്നു. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് യോഗാഭ്യാസം നൽകുകയും അവർക്ക് ഏറ്റവും മികച്ച പഠന സാഹചര്യം ഒരുക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. പുണ്യപുരുഷനായ ആ ദൈവ മനുഷ്യനെ ഓർക്കാൻ കഴിയുന്നത് തന്നെ ഒരു വലിയ ബഹുമതിയായി ഞാൻ കരുതുന്നു. കേരളത്തിലെ ജ്ഞാനായ സമുദായാംഗമായിരുന്ന അദ്ദേഹം തൻ്റെ സമുദായത്തിനു വേണ്ടി ഒരു വിദ്യാഭ്യാസ ജീവകാരുണ്യ നിധി സ്ഥാപിച്ചവരിൽ ഒരാളായിരുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ കാരുണ്യ പ്രവൃത്തികൾ സ്വന്തം സമുദായത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. അത് ചുറ്റുമുള്ള എല്ലാവരിലേക്കും ഉദാരമായി വ്യാപിച്ചിരുന്നു. അദ്ദേഹം ഒരു അനാഥാലയത്തിനായി ഭൂമിയും സമയവും ഗണ്യമായ സാമ്പത്തിക സഹായവും നൽകുകയും തൻ്റെ ജീവിതകാലം മുഴുവൻ അവിടുത്തെ കുട്ടികളുടെ ക്ഷേമത്തിനായി ഒരു സേവകനായി ജീവിക്കുകയും ചെയ്തു. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ജീവിതം വാക്കുകളേക്കാൾ ഉച്ചത്തിൽ ഇപ്രകാരം പ്രസംഗിച്ചു: നിങ്ങളുടെ വെളിച്ചം മനുഷ്യരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. മത്തായി 5:16. ശരിയും തെറ്റും കേവലം സിദ്ധാന്തങ്ങൾ മാത്രമല്ല, അവ ജീവിച്ച് കാണിക്കേണ്ട സത്യങ്ങളാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നീ തന്നെയാണ് സത്യം, നീതി, ന്യായം, ശരി തിരിച്ചറിയുവാനും തെറ്റ് വിട്ടുമാറുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ആരാധനയിൽ ആത്മാർത്ഥതയും ജീവിതത്തിൽ ക്രമവും വിശ്വാസത്തിൽ ആഴവും നൽകണമേ. കുരിശുവര വെറും ചിഹ്നമാകാതെ ക്രിസ്തുവിൽ ജീവിക്കുന്ന ജീവിതമായി മാറട്ടെ. കുട്ടിക്കാലം മുതൽ അവസാനം വരെ ഞങ്ങളെ നിന്റെ വഴിയിൽ നിലനിർത്തണമേ. ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ നാഥ. ആമേൻ. എന്നെ ശ്രവിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.